ഹായ്. മൈക്രോഗ്രീൻസ്. യെസ്, ഇതാണ് മൈക്രോഗ്രീൻസ്. മൈക്രോഗ്രീൻസ് എറണാകുളത്ത് നല്ല മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, എല്ലാരും ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗുണങ്ങൾ പറയുന്നുണ്ട് ആൾക്കാർക്ക്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ മൈക്രോഗ്രീൻസിലേക്ക് വന്നു അല്ലേ? അതെ. നേഹ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചേ? ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അതെ, ഞാൻ SCT-യിലായിരുന്നു, ശ്രീ ചിത്ര തിരുനാൾ ട്രിവാൻഡ്രം. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഉടനെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം പെരുമ്പാവൂര സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ വീട്ടിലൊരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു തറവാട്ടില്. അവിടുന്ന് പ്രാക്ടീസ് ചെയ്തു, ഇത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ സിറ്റിയിലോട്ട് വന്നു. കുറച്ചുകൂടി മാർക്കറ്റ് ഓറിയന്റഡ് ആയി. ഇപ്പൊ എനിക്ക് ഈ ഐഡിയ തന്നത് എന്റെ വല്യമ്മയാ. പുള്ളിക്കാരി പ്രൊഫസറാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയില്. അപ്പൊ എനിക്ക് എപ്പോഴും എന്തെങ്കിലും തുടങ്ങുന്നുണ്ടായിരുന്നു. അത് ഹെൽത്ത് സെന്റർ ആണെങ്കിൽ അത്രയും നല്ലത് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് വല്യമ്മ പറഞ്ഞത് ഇത് നല്ലൊരു നീഷാണ്. ഞാനൊരു ഇച്ചിരി പ്രൊആക്റ്റീവ് ലേസി പേഴ്സൺ ആണ്. അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു ലുക്ക് ഫിറ്റ്, ഐ വോണ്ട് ടു ബി ഫിറ്റ്. പക്ഷെ എന്നാലും ഭയങ്കര എഫേർട്ടോ അല്ലെങ്കിൽ അത് തന്നെ തലയിൽ വെച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഈസി വേ ആൾക്കാരുടെ എത്താൻ പറ്റുന്ന ഒരു രീതി, ഒരു സ്മോൾ ഗേറ്റ് വേ വാസ് മൈക്രോഗ്രീൻസ് വിചാരിച്ചു. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ വേണം. അതെ, സ്മൂത്ത് ആയിട്ട് പോകാൻ വേണം. ഇത് വലിയൊരു തലവേദനയായിട്ട് ആരും കരുതരുത്. ഈ ഹെൽത്ത് ഈറ്റിംഗ്, ലൈക്ക് ഒരു ഹെൽത്ത് ഈറ്റിംഗ് ഷുഡന്റ് ബി കോംപ്ലിക്കേറ്റഡ്. അതായിരുന്നു എൻ്റെ ഒരു മോട്ടീവ് ത്രൂ ഔട്ട്. ഇതിപ്പോ എന്തൊക്കെയാണല്ലേ? ഇതിപ്പോ എനിക്ക് ടോട്ടൽ 6 വെറൈറ്റീസ് ആണ് ഉള്ളത്. നമ്മൾ ആ ഹോൾ വെജിറ്റബിൾ കഴിച്ചാൽ മാത്രമേ അതിന് എല്ലാ ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. നേരെ മറിച്ച് ബ്രോക്കലി മൈക്രോഗ്രീൻ ആയിട്ട്, ഇത് ബ്രോക്കലി മൈക്രോഗ്രീൻ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് ഇതിന് ന്യൂട്രിയൻസ് ഉള്ളത്. ഇതൊരു ഹാൻഡ്ഫുൾ കഴിച്ചാൽ മതി. അപ്പം അതാണ് ജനറിക് ഡെഫിനിഷൻ ഓഫ് മൈക്രോഗ്രീൻ വേഴ്സസ് മെച്ചുവേർഡ് വെജിറ്റബിളിലെ. അപ്പം ഈ റാഡിഷ് എന്ന് വെച്ചാൽ റാഡിഷിന്റെ ഗുണങ്ങൾ മൊത്തം ഇതിൽ കോൺസെൻട്രേറ്റഡ് ആണ്, വൈറ്റമിൻ എ ഒക്കെ. അപ്പം എന്താന്ന് വെച്ചാൽ കുറച്ച് സ്പൈസി ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് സ്പൈസി ആക്കാം. പേര് കളയണം. ചെറിയൊരു എരിവ്, ഒരു ചെറിയ. ബാക്കിയെല്ലാം ബ്രോക്കലിക്കൊക്കെ അങ്ങനെ വലിയ വികാരമൊന്നുമില്ല. നമ്മുടെ ചൈന റോസ് റാഡിഷിനും പേർപ്പിൾ റാഡിഷിനാണ് ഈ ഒരു സ്പൈസി ഇതുള്ളത്. പിന്നെ ഉള്ളത് പക്ചോയ്. ഇത് ഷെഫിന്റെ ഫേവററ്റ് ആണ്. കാരണം ഇതിന് ഭയങ്കര മൈൽഡ് ടേസ്റ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയാണ് ഡിഷിലിരിക്കുമ്പോൾ. അപ്പൊ ഷെഫുകൾ മിക്കപ്പോഴും ഓർഡർ ചെയ്യുന്നത് പക്ചോയ് ആണ്. പിന്നെ വരുന്നത് ബ്രോക്കലി. ഈ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർക്ക് ബ്രോക്കലിന്റെ ഓൾറെഡി ബെനിഫിറ്റ്സ് അറിയാം. ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് അത് തന്നെ. അതുണ്ടായതുകൊണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർ എപ്പോഴും ബ്രോക്കലി ആണ് റിലൈ ചെയ്യുന്നത്. ഇപ്പൊ കളർഫുൾ ആയിട്ടുള്ളത് വേണം ഒക്കെ രീതിയിൽ കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ കളർഫുൾ നല്ലതാണ്. ബീട്രൂട്ട് ഫുഡിന്റെ മോണോട്ടോണി ബ്രേക്ക് ചെയ്യാം. അതെ അതെ, പച്ചയാണെന്ന് മാത്രമുള്ള ഒരു ചിന്ത മാറ്റിയിട്ട് ആ ഒരു കളർഫുൾ ഒരു ഇത് കൊടുക്കാൻ പറ്റും. പണ്ടിന് ഞങ്ങളൊക്കെ കാലത്തുണ്ടല്ലോ, കുട്ടിക്കാലത്ത് ആകെ ഉണ്ടായിരുന്നു. ഇപ്പോഴേ ചെറുപയർ മുളപ്പിച്ച് കഴിക്കാം, അത് മാത്രമായിരുന്നു. അതിലിതൊക്കെ കിട്ടില്ലേ? അതെ, അവിടെയാണ് വ്യത്യാസമുള്ളത്. സംഭവം എന്താന്ന് വെച്ചാൽ ചെറുപയറെന്ന് വെച്ചാൽ മുളപ്പിച്ച സ്പ്രൗട്ട്സ് ആണ്. സ്പ്രൗട്ട്സിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് മൈക്രോഗ്രീൻസ്. മൈക്രോഗ്രീൻസിന്റെ സമയത്തെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിന് കുറച്ചുകൂടി ലൈറ്റ് ഉണ്ട്, എന്നിട്ട് ഈ ലീഫ് സ്വന്തമായിട്ട് ന്യൂട്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് മൈക്രോഗ്രീൻസ് ആർ മോർ ന്യൂട്രീഷ്യസ് ദാൻ സ്പ്രൗട്ട്സ്. സ്പ്രൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ ആ സീഡിൻ്റെ അകത്ത് തന്നെയുള്ള ന്യൂട്രീഷനാണ് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് മൈക്രോഗ്രീൻസ് അവരുടെ തന്നെ ന്യൂട്രീഷൻ ഉണ്ടാക്കുന്നുണ്ട്, അത് നമ്മൾ കഴിക്കുന്നു. അപ്പം നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. ആ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് ഈ ഗ്രീൻ കേറി കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അതെ, ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുമല്ലോ ഫോട്ടോസിന്തസിസ്, അപ്പോഴാണ് നമുക്ക് ഗുണം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് പറയാം, പ്രകാശ സംശ്ലേഷണം എന്ന് പറയാം. ഞെട്ടിപ്പോയില്ലേ ഫോട്ടോസിന്തസിസ്. ഇതപ്പോ സാധാരണ സാലഡിൽ ഉപയോഗിക്കും? ഇല്ല, അത് വേറെ മിസ്കൺസെപ്ഷനാണ്. സാലഡിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് അല്ല, ഇത് എന്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന മസാല ദോശ, പൂരിൻ്റെ ഒപ്പമുള്ള മസാലയ്ക്ക് എന്തിൻ്റെ ഒപ്പം നമ്മൾ മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ടിട്ടുണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല, ഇത് കഴിക്കുന്നുണ്ടെന്ന് പോലും അറിയുന്നില്ല. ഇപ്പോൾ ബിരിയാണി എനിക്കിഷ്ടമാണ്, അപ്പോൾ ബിരിയാണി കഴിക്കുന്നൊരു മനുഷ്യന് ആ ബിരിയാണി കുറച്ചും കൂടിയും എൻറിച്ച് ചെയ്യാം, ന്യൂട്രീഷ്യസ് ആക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഹാൻഡ്ഫുൾ സ്പ്രിങ്കിൾ ചെയ്ത് അങ്ങ് കഴിക്കുക, നമ്മളൊന്നും അറിയത്തില്ല. അപ്പോഴേ ഞാനിപ്പോൾ പോയിട്ട് എനിക്ക് മൈക്രോഗ്രീൻസ് സ്റ്റാർട്ട് ചെയ്യണം,
ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? സിമ്പിളാണ്, ഇത് വളരെ സിമ്പിളാണ്. ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, അപ്പോൾ നമ്മൾ വളർത്തണമെങ്കിൽ കുറേ സ്ഥലം വേണം, വെള്ളം വേണം, ഇതൊന്നും വേണ്ട. നമുക്കൊരു ചെറിയൊരു ട്രേ മതി. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറിനൊപ്പം നമ്മൾ പെർലൈറ്റ് വെർമിക്കുലൈറ്റ് എന്ന് പറഞ്ഞ 2 കോമ്പോണൻസ് യൂസ് ചെയ്യും. ജസ്റ്റ് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ കെട്ടിക്കിടന്ന് പിന്നെ മോൾഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി മാത്രം, ജസ്റ്റ് ലൂസ് ആക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് വെർമിക്കുലൈറ്റും പെർലൈറ്റും. അത് ജസ്റ്റ് നമ്മൾ ഈ ട്രേയിലോട്ട് ഇടുക. 3 കപ്പ് ചകിരിച്ചോറ് കോർപ്പിത്ത് ഇടുകയാണെങ്കിൽ 1 കപ്പ് പെർലൈറ്റ്, 1 കപ്പ് വെർമിക്കുലൈറ്റ്. എന്നിട്ട് അത് ഇട്ടിട്ട് നമ്മളിങ്ങനെ നല്ല ബെഡാക്കി വെക്കണം. എന്നിട്ട് അതിന് മുകളിൽ നമ്മുടെ അത് എത്ര ദിവസം ഇരിക്കണം? അങ്ങനെ എത്ര ദിവസം ബെഡ് വെക്കണം? ബെഡ് അപ്പൊ തന്നെ വെച്ചിട്ട് നമ്മൾ സീഡ് വെതറിയിട്ട് അത് ബെഡ് പ്രിപ്പയർ ചെയ്യുന്ന അതേ ദിവസം തന്നെ സീഡ് വെക്കാം. ഒരു പ്രശ്നമില്ല. ഭയങ്കര ലോ മെയിൻ്റെനൻസ് ആണ്. പെട്ടെന്ന് അത് പുട്ടിന്റെ കൺസിസ്റ്റൻസി വരുന്ന വരെ ഒരു രീതിയിലൊന്ന് നനവ് കൊടുക്കണം. ഒരു വെറ്റല്ല, മോയിസ്റ്റ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് അത് ഇട്ട് ബെഡാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് സീഡ്സ് അതിൽ സ്പ്രിങ്കിൾ ചെയ്ത് പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വേറൊരു ട്രേ, ഇവിടെ ട്രേ വെച്ച പോലെ വെച്ചാൽ ഒരു 3 ദിവസം നമ്മൾ ഒന്നും ചെയ്യണ്ട. 3 ദിവസം കഴിഞ്ഞ് ഇത് നമ്മൾ തുറക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഒഴിക്കേണ്ടി വരും. നമുക്ക് ജസ്റ്റ് തൊടുമ്പോൾ മനസ്സിലാവും ഇതിന് വെള്ളം വേണോ വേണ്ടതെന്ന്. അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ലൈറ്റ്, ഈ സാധാ ലൈറ്റാണ് നമ്മുടെ എല്ലാ റൂമിലും ഉള്ളത്, അതിൻ്റെ മുകളിൽ ജസ്റ്റ് എക്സ്പോസ് ചെയ്താൽ വെച്ചാൽ മതി. ഇത് വെയിലത്തും വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു ചൂട് കാരണം ചിലപ്പോൾ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ വാടിപ്പോവാം. അപ്പോൾ ഒരു ഷെഡ് പോലെ പുറത്ത് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പക്ഷേ ഞാനിതിപ്പോ ഒരു പ്രൊഡക്ഷൻ ആയിട്ടാണല്ലോ, ഒരു കുറച്ച് സ്കെയിൽ ചെയ്ത പ്രൊഡക്ഷൻ ആയതുകൊണ്ട് എനിക്ക് എല്ലാം ഒരുമിച്ച് നോക്കണം. ലൈക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ട്രേ ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ, 1-2 ട്രേ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിത് സ്കെയിൽ ചെയ്യണോണ്ട് പിന്നെ എനിക്ക് സ്റ്റെറൈൽ കണ്ടീഷൻ എപ്പോഴും കീപ്പ് ചെയ്യാനോണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു പിന്നെ അത് താഴെ ഇതിനോട് താഴെ ഒരു ട്രേ കൂടി ഇല്ലേ, അത് വെള്ളം, അതിൽ വെള്ളം ഉണ്ടോ? ഇത് ടോപ്പിലുള്ള ട്രേ ഹോൾസ് ഉള്ളതാ. അപ്പൊ കൂടുതൽ വെള്ളം വരുമ്പോൾ ഇത് താഴത്തെ ട്രേ എടുക്കും, സ്റ്റോർ ചെയ്യും ബാക്കി എക്സസ് വാട്ടർ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ റൂട്ട്സ് വളരുമ്പോൾ ഒരു 6 ദിവസമൊക്കെ ആകുമ്പോൾ അടിയിൽ ഇപ്പൊ റൂട്ട്സ് കാണുന്നില്ലേ, അപ്പൊ നമ്മൾ അടിയിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. വെള്ളം അതിൽ നിന്ന് എടുത്തോളും. നമ്മൾ പിന്നെ മേളില് വെള്ളം നനച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഈ സീഡ് അതിൽ ഇട്ടിട്ട് എത്രാമത്തെ ദിവസം അതിങ്ങനെ മുളച്ചു വരും? 4ാമത്തെ ദിവസം. 3 ദിവസം നമ്മള് പക്ക ഒന്നും ചെയ്യരുത്. അതിന് 4ാമത്തെ ദിവസം മുളച്ചു വരും. 4ാമത്തെ ദിവസം മുളച്ചു വരും. 3 ദിവസം വരെ നേച്ചർ അതിന്റെ പണി ചെയ്യട്ടെ. അത് കഴിഞ്ഞ് ഇതൊക്കെ ഇപ്പൊ എത്ര ദിവസമായി ആൾക്കാരാ? ഇതിപ്പോ ഒരു 10 ദിവസമായിട്ടുണ്ടാവും. ഇതൊരു 13 ദിവസമായിട്ടുണ്ടാവും. കാരണം ഇത് പക്ഷേ ഇച്ചിരി സ്ലോ ആ കമ്പയർ ടു റാഡിഷ്. 7 ദിവസം ആകുമ്പോഴേക്കും കുട്ടപ്പനായിട്ട് കുറച്ച് സൈസ് അങ്ങ് പോരും. റാഡിഷ് ഭയങ്കര എളുപ്പമാണ് വളരാൻ. പക്ഷേ നമ്മൾ കുറച്ച് ഇച്ചിരി ഡെലിഗേറ്റ് ആണ്, കുറച്ച് ഫ്ലിംസി ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇത് കൊടുക്കണം. അപ്പൊ പക്ഷേ നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ ആരും യൂസ് വളർത്താനൊരു ഇത്. ബ്രോക്കലി സുഖമായിട്ട് വളരും. ഇതിലിപ്പോ എന്തൊക്കെയാ വളരുന്നത്? എന്തൊക്കെയാ അതിന്റെ മരുന്ന് എന്തെങ്കിലും അടിക്കണം? അയ്യോ, ഒരു മരുന്നും അടിക്കണ്ട. ഇത് ആകെ വെള്ളം മാത്രം ഒന്ന് മുകളിൽ ഒഴിച്ചാൽ മതി. അതാണ് ഞാൻ ധൈര്യത്തോടെ മധു ആദ്യം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലക്ക് ചെയ്ത് കഴിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞു. ഞാൻ ഒന്നുമില്ല, ഇത് കഴുക പോലും വേണ്ട. പക്ഷെ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പാക്കറ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, റിൻസ്, സ്പ്രിങ്കിൾ ആൻഡ് ഈറ്റ്. റിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കഴിക്കാം. ഇതിന് മാർക്കറ്റ് എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത്? ബേസിക്കലി ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാരാണ് വരുന്നത്. പിന്നെ ഇത് അറിഞ്ഞു വരുന്നുണ്ട് ഈ അമ്മമാർക്ക് പേരൻസിന് കുട്ടികളെ കൊണ്ട് എങ്ങനെയെങ്കിലും വെജിറ്റബിൾസ് കഴിപ്പിക്കണം, ന്യൂട്രീഷ്യൻസ് കഴിപ്പിക്കണം എന്ന് വിചാരിച്ച ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ടുകൂടെ നമ്മൾ കുറച്ച് ഇവന്റ്സ് ചെയ്യുമ്പോൾ ആൾക്കാർ ഓൾസോ ഗെറ്റിംഗ് അവെയർ അബൌട്ട് ഇറ്റ്. നമ്മൾ ഇപ്പോൾ ഭയങ്കര ബിസി ലൈഫിൽ നമ്മൾ കഴിക്കുന്നത് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ്. ഫോൺ യൂസ് ചെയ്ത്, വറി ചെയ്ത്, വർക്ക് ചെയ്ത്. അപ്പോൾ ഒരു മൊമെന്റെങ്കിലും ഒരു ഫുഡ്, ഒരു മീലെങ്കിലും നമ്മളൊരു അവയർനെസ്സിൽ കഴിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ച മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അപ്പോൾ ഇത് ജസ്റ്റ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്, യെസ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അറിഞ്ഞ് പയ്യെ ആസ്വദിച്ച് ഒരു മീലെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ. ഹെൽത്തി സാധനം കഴിച്ചാലും ടെൻഷൻ അടിച്ച് കഴിച്ചാൽ അതിന് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് എന്ത് കഴിക്കുകയാണെങ്കിലും അതൊന്ന് ആസ്വദിച്ച് ഇതിന്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞൊന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഞാനിപ്പോ നമുക്ക് കാണിക്കാം. അതെ.
ദോശ പ്ലസ് മൈക്രോഗ്രീൻസ്. ഇതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അതെ, മൈൻഡ്ഫുൾ ഈറ്റിംഗ്. പിന്നെ എങ്ങനെയാണ് മൈക്രോഗ്രീൻസ് നമ്മുടെ നോർമൽ ഇന്ത്യൻ ക്യൂസീനിൽ കഴിക്കാൻ പറ്റാന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ രീതി. ഇതിലിപ്പോ ഏതൊക്കെയുള്ളത്? റാഡിഷ് ഉണ്ട്, ഇതിൽ പേർപ്പിൾ റാഡിഷ് ഉണ്ട്, ബ്രോക്കലി ഉണ്ട്, പക്ചോയ് ഉണ്ട്, പിന്നെ പിങ്ക് റാഡിഷും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ മൈക്രോഗ്രീൻസ് ആക്കാൻ പറ്റിയ നമ്മള് നേരത്തെ പറഞ്ഞ സ്പ്രൗട്ട്സ് പറഞ്ഞ ചെറുപയർ എടുക്കും. ചെറുപയർ അത്രയും വലുതാവത്തില്ല. ഐ മീൻ വലുതാക്കണമെങ്കിൽ ആക്കാം, അതൊരു ചെടി ആക്കാം നമുക്ക്. മസ്റ്റേർഡ് ഒക്കെ നല്ലതാ. മസ്റ്റേർഡ് ഈ മാതിരി ചെറിയ ലീഫായിട്ട് കിട്ടും. പിന്നെ സൺഫ്ലവർ പറ്റും. സൺഫ്ലവർ കുറച്ച് വലിയ ലീഫാണ്. അതിന് ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അത് അറിയും കുറച്ച് പച്ചയാണ് കഴിക്കണേന്ന് വെച്ചാൽ. ഇതൊന്നും നമ്മൾ അത്ര അറിയില്ല. പിന്നെ ബീട്രൂട്ട് പറ്റും. ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ മൈക്രോ ഗ്രീൻസും നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ സ്പ്രിങ്കിൾ ചെയ്യും. എല്ലാം സ്പ്രിങ്കിൾ ചെയ്യാം നമുക്ക്. ഇത് പർപ്പിൾ റാഡിഷ് ആദ്യം ഇട്ടു, പിന്നെ ചൈന റോസ് റാഡിഷ് ഇട്ടു. വിഷ്വലി റിച്ച് ആക്കാണ്. വിഷ്വലി റിച്ച് ആക്കാലോ നമുക്ക്. പ്ലസ് ഇതിന്റെ ഇതില്ലാതെ തന്നെ അത് വളരെ കളർഫുൾ ആക്കാം. അപ്പൊ കാണുമ്പോ ഒരു എന്തോ ഭയങ്കര വലിയ ഫുഡ് കഴിക്കണ രീതി. തുടങ്ങാം. അല്ലേ, ഇത് ദോശയിലാണോ? പക്ഷെ നോൺ വെജിൽ അല്ലേ കുറച്ചുകൂടി നന്നായിട്ട് പറ്റുക. എന്തിൻ്റെ ഒപ്പം കഴിക്കാം. ഇതിപ്പോ നോർമലി വീട്ടിലുള്ളപ്പോ ഞാൻ മസാലേന്റെ അകത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കഴിക്കണം. ഇതിപ്പോ വിഷ്വലി ഇതിനു വേണ്ടി മാത്രം ഞാൻ ബോയിൽഡ് ആവുന്നത്. പക്ഷെ അത് വരുന്ന അതിന്റെ വൈറ്റമിൻസ് പോവില്ലേ? ഇല്ല, ബോയിൽ ആവുന്നില്ലല്ലോ. നമ്മള് ജസ്റ്റ് ആ മസാല ഇട്ട് കഴിഞ്ഞ് പുറത്തോട്ട് എടുക്കുമ്പോൾ അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് അടച്ചു വെച്ചിട്ട് കഴിക്കാം. വേറെ ടേസ്റ്റ് കൂടി കിട്ടി അല്ലേ? അറിയുന്നുണ്ടോ? പക്ഷെ അറിയില്ല. അതാണ് ഇതിന്റെ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് അവരറിയാണ്ട് നമുക്ക് കേട്ടാം. സോ ആക്ച്വലി എന്റെ പെറ്റാണ്. പുള്ളിക്കാരിന്റെ പേര് സോയി എന്നാണ്. അപ്പം എത്ര ശ്രമിച്ചിട്ടും പേര് കിട്ടാത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സോയിന്റെ സോ ഒപ്പം ഒരു ഓർഗാനിക്സ് ഇടാം. അങ്ങനെയാണ് സോ ഓർഗാനിക്സ്. പക്ഷെ ചിലര് സോയി ഓർഗാനിക്സ് എന്നും പറയും. പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്, കാരണം എന്റെ ബേബീന്റെ പേരാണല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എന്തായാലും ബ്രോക്കലിക്കും ബീറ്റ്റൂട്ടിനും ഒക്കെ നല്ല ഡിമാൻഡാണ്. അതെ, ബ്രോക്കലി, ബീറ്റ്റൂട്ട്, പക്ചോയാണ് ഞങ്ങളുടെ ടോപ്പ്. പിന്നെയാണ് ബാക്കി തന്നെ. സൺഫ്ലവർ ഒക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട്, വെജിറ്റേറിയൻസ് ആണ് കൂടുതൽ സൺഫ്ലവർ കഴിക്കുന്നത്. കാരണം അത് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പച്ചയാണ് കഴിക്കണേന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ല, അതിലെപ്പോഴേ എന്ത് വില കിട്ടും? സോ ഞങ്ങൾക്ക് 2 വെറൈറ്റി ഉള്ളത്. 2 വേരിയന്റ് ആയിട്ടാണ്, 50 ഗ്രാമിന്റെയും 80 ഗ്രാമിന്റെയും. അപ്പോൾ ഇപ്പോൾ ബ്രോക്കലിക്ക് സീഡിന് കാശ് കൂടുതലായതുകൊണ്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് ഈ മൈക്രോഗ്രീൻസിന് ഭയങ്കര വേരിയേഷൻ തന്നെ. അത് സീഡ്സിന്റെ പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ. പിന്നെ അതിന്റെ സീഡ്സ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് ഓൾ ദാറ്റ് ഗ്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ബൾക്കിന് കിട്ടണമെങ്കിൽ ബൾക്കിന് കിട്ടാം. പിന്നെ ആമസോണിനൊക്കെ അവർക്ക് നമുക്ക് വീട്ടിലോട്ടാണെങ്കിൽ ഇച്ചിരി ഗ്രാംസ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു ഇപ്പോൾ ഇരിക്കുന്ന ഇത്രയും ഇപ്പോൾ ആ ഗാർഡനിലുള്ള മുഴുവൻ സാധനങ്ങൾക്കായിട്ട് എത്ര ഗ്രാം വേണം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രേൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രേയിൽ ഇപ്പോൾ റാഡിഷനാണെങ്കിൽ ഒരു 25 ഗ്രാം മതി ഒരു ട്രേക്ക്. നേരെ മറിച്ച് പക്ചോയ്ക്ക് ഒരു 12 to 15 ഗ്രാം മതി ഒരു ട്രേക്ക്. കാരണം ഓരോ സീഡിനും ഓരോ സൈസാണ്. സൺഫ്ലവർ വലിയ സീഡാ, അപ്പൊ കുറച്ചുകൂടി ഗ്രാം വേണം. ഒരു 40 ഗ്രാം വേണം ഇതിന്, കാരണം സീഡിന്റെ ഇത് കൂടും. പിന്നെ റാഡിഷ് കുറച്ചും കൂടി കടുകിനെക്കാളും കുറച്ചുകൂടി വലുതാ. പിന്നെ ബാക്കി ഈ പക്ചോയൊക്കെ ചെറിയ ഇതാ, അപ്പൊ കുറച്ച് ഗ്രാമിന് കുറെ ഇടാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ 15 ഗ്രാം പക്ചോയ് ബ്രോക്കലിക്ക് മതി. നേരെ മറിച്ച് റാഡിഷിന് ഒരു 25-27 ഗ്രാം വേണം പെർ ട്രേ. വാങ്ങാൻ എന്ത് വില വരും? ലൈക്ക് 135 to 190 വരെയാണ് നമ്മുടെ പ്രൈസ്. അത് ഓരോ ഗ്രാമും ഓരോ വെറൈറ്റി അനുസരിച്ച്. ഇത് ഞാനൊരു റേഞ്ച് പറഞ്ഞാണ്. 135 to ആണ് മിനിമം, മാക്സിമം 190 ആണ് പെർ പാക്കറ്റ്. അപ്പൊ ഇതില് കാണുന്നതാണ് 80 ഗ്രാമിന്റെ പാക്കറ്റ്. അപ്പൊ ഈ ഗ്രാം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരാഴ്ച സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഷെൽഫ് ലൈഫും 7 days ആണ്. അതിൻ്റെ ഒപ്പം നമ്മളൊരു സൈൻ കൊടുക്കുന്നുണ്ട്. സൈൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബുക്ക്ലെറ്റ്. അപ്പം അതിൽ നമുക്ക് ആൾക്കാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും ഇതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഒരു ക്യൂട്ട് രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പാക്കറ്റിന്. അപ്പം അത് കൂടാണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ആദ്യം സോ റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ 2 പാക്കറ്റ് പെർ വീക്ക് കിട്ടും. അപ്പോൾ ഒരു 2 പേരുള്ള വീടാണെങ്കിൽ അത് സുഖമായിട്ട് ഒരാഴ്ചത്തേക്ക് പോവും. പിന്നെ നമ്മൾ അടുത്ത ആഴ്ച പിന്നെയും അപ്പത്തെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും. പിന്നെ ഏതാ മൈക്രോഗ്രീൻ ചൂസ് ചെയ്യാൻ പാടുള്ള ആൾക്കാർക്ക് നമ്മൾ അസോർട്ടഡ് മൈക്രോഗ്രീൻസിൻ്റെ പാക്കറ്റും കൊടുക്കും. അതിൽ നമ്മൾ എല്ലാം മിക്സ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഏതാ അവരുടെ മൈക്രോഗ്രീൻ ഏതാന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ വേറെ ഓർഡർ ചെയ്യാൻ പറ്റും. ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടോ? എനിക്ക് കുറച്ച് ന്യൂട്രീഷനിസ്റ്റ് ഡയറ്റീഷ്യൻസ് ഒക്കെ എൻ്റെ ക്ലയൻസാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നത് മെയിൻ ഇതെന്ന് വെച്ചാൽ എത്ര ഡയറ്റ് ചെയ്തിട്ടും എത്ര ഹെൽത്തി ഫുഡ് എടുത്തിട്ടും എത്ര എക്സസൈസ് ചെയ്തിട്ടും അവരുടെ വെയിറ്റ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ടെൻഷനാണ്, സ്ട്രെസ്സാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ മൈൻഡ്ഫുൾ ഈറ്റിങ്ങും അവയർനെസ് ഒക്കെ ചെയ്യുന്നത്. ഈ എക്സസൈസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇത് പറയുകയാണെന്ന് വെച്ചാൽ 7 ദിവസം ചെയ്തെന്ന് വെച്ചാൽ വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ 7 ദിവസത്തേക്ക് 3 ദിവസം മര്യാദയ്ക്ക് നമ്മൾ എക്സസൈസാണ് ചെയ്യണത്, നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ആക്ച്വലി സയൻറ്റിഫിക്കലി ഓൾസോ അവിടെ ഭയങ്കര ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡും ഇതെനിക്ക് നല്ല ഫുഡാണ്, എനിക്കിത് ഗുണമാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുമ്പോഴും അതും നമ്മുടെ ബോഡിക്ക് നല്ലോണം പോസിറ്റീവ് ചേഞ്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവയർനെസ്സും മൈൻഡ്ഫുൾ ഈറ്റിങ്ങും ഇത്രയും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആസ് എ ബ്രാൻഡ് ഓൾസോ. മനസ്സറിഞ്ഞ് കഴിച്ചാൽ അതെ മോർ ഹെൽത്തി. അതെ, ഹെൽത്തി. അല്ലാണ്ട് സ്ട്രെസ് കഴിച്ചിട്ട് യോ എന്ന് പറഞ്ഞിട്ട് കഴിച്ചാൽ ഒരു ഗുണവും കിട്ടാൻ പോണില്ല. അതാണ് ഞാൻ പറയുന്നത്. ആരൊക്കെ അത് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ? ആദ്യം ഈ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർ, ഒരു 35 to 45 ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇത് അറിയാം, അവർക്ക് കുറെ റിസർച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവർ അത് അറിഞ്ഞിട്ട് അവർ വന്ന് മേടിക്കുന്നുണ്ട്. അല്ലാണ്ടും ഈ അമ്മമാര് വന്ന് മേടിക്കുന്നുണ്ട്, കുട്ടികൾക്ക് എങ്ങനെയും അറിയാണ്ട് അങ്ങ് കൊടുക്കാൻ വേണ്ടിയും അവർക്ക് കുറച്ച് വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയും. അത് കൂടാണ്ട് നമുക്ക് മെയിൻലി കഫേസ് ഒരു റെഗുലർ കസ്റ്റമേഴ്സ് ആണ്. കാരണം അവരുടെ ഫുഡ് കാണാൻ ഭംഗിക്കും ഇത് ഒരു അപ്പീലിന് വേണ്ടിയാണ്, വിഷ്വൽ അപ്പീലിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവരും ഇപ്പോൾ ഞാനൊരു 12 to 14 കഫേസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് പിന്നെയും ആൾക്കാർക്ക് ഇത് അറിഞ്ഞു വരാനുള്ളൊരു ഇതുണ്ട്. അതിനാണ് നമ്മളിങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതും പിന്നെ ഇവൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ആൾക്കാർക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. എന്തൊക്കെ വൈറ്റമിൻസ് മീൻസ് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ കെ, ആ ഒരു രീതിയിൽ നമ്മൾ പോകുന്നുണ്ട്. അത് കൂടാണ്ട് മിനറൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ആണല്ലോ നമ്മുടെ ആൻറ്റി ഏജിങ്ങിൻ്റെ മെയിൻ ആള്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇപ്പോൾ ബ്രോക്കലിക്ക് ആസ് എച്ച് ഉള്ള എല്ലാ വൈറ്റമിൻസും ഇതിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് നമുക്കുള്ളത്. ഈ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ അവർക്ക് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പോസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ആയ ആൾക്കാർക്കും ചില ഇതുണ്ട്. അപ്പോൾ അവരൊക്കെ എക്സ്ക്ലൂസീവ്ലി ബ്രോക്കലിയെ മേടിക്കത്തുള്ളൂ. അവർ വേറൊന്നും അങ്ങനെ ട്രൈ ചെയ്യാനും പോകത്തില്ല. കാരണം അവരുടെ ഡോക്ടേഴ്സ് കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല, ബ്രോക്കലിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യണവരുമുണ്ട്. പണ്ട് പോലെ ആകെ ഉണ്ടല്ലോ 2-3 തരം ലീവ്സ് ഉണ്ടായിരുന്നു. ചീര, മുരിങ്ങല, പിന്നെ മത്ത, കുമ്പളം കേട്ടിട്ടില്ലല്ലോ? മത്ത കുമ്പളം കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഇലകളായിരുന്നു. അപ്പോ മത്ത, കുമ്പളം അങ്ങനത്തെ ഇലകളായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോഴാ ഇതുപോലെയുള്ള സാധനത്തിലേക്ക് വരുന്നു. എങ്ങനെയാ ജെൻസി നേഹയുടെ ജനറേഷൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് എലിവേറ്റ് ചെയ്യുക, എൻറിച്ച് ചെയ്യാന്ന് മാത്രമുള്ളൊരു മോട്ടോ മാത്രമേ നമ്മുടെ മൈക്രോഗ്രീൻസിനുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ നമുക്കിത് വെച്ച് കറി ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ചീര വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചീര കഴിച്ചിട്ട് ചീര വളരെ നല്ലതാണ്, പക്ഷെ നമുക്ക് ഫ്രഷ് ചീര കിട്ടുന്നത് വളരെ റെയറാണ് ഇപ്പോൾ. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കുന്നതും അതിൻ്റെ മുകളിൽ ഇത് സ്പ്രിങ്കിൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചിക്കൻ കറിയിലിടാം, ബീഫ് കറിയിലിടാം, മഷ്റൂം കറിയിലിടാം. അപ്പോൾ അതാണ് നമ്മൾ. അപ്പോൾ ഇത് ഇത്രയും എളുപ്പമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വർക്കിംഗ് ക്ലാസ്സിന് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പിസ്സ മേടിച്ച് കഴിക്കും, നമുക്ക് അവരെ നിർത്താൻ പറ്റില്ല, പിസ്സ കഴിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ആ പിസ്സ കുറച്ച് ബെനിഫിഷ്യൽ ആക്കാം എന്നാണ് നമ്മുടെ മൈക്രോഗ്രീൻസ്. അതാണ് എൻ്റെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൈക്രോഗ്രീൻസിനെ പറ്റി ഇഷ്ടപ്പെട്ട ഒരു ഫാക്ട്. ഇതൊരു മിറാക്കിൾ ഫുഡ് അല്ല, പക്ഷേ ദിസ് ഇസ് എ സിമ്പിൾ ടൂൾ. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കഴിക്കണം. ഒരു ദിവസം ഒരു ബൗൾ മൊത്തം കഴിച്ചെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമല്ല. ഇതൊരു ഹാൻഡ്ഫുൾ വെച്ചാൽ മതി. ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇത് കുറേ കഴിച്ചെന്ന് വെച്ചാൽ അറ്റ് എ ടൈം അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ ബോഡിക്കില്ല. അപ്പോൾ ഹാൻഡ്ഫുൾ ഒരു ദിവസം കഴിച്ചാൽ മതി. അത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്കുള്ളൂ. അതൊരു ഹാബിറ്റ് ആക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും കഴിക്കുക. നേഹയ്ക്ക് എവിടെയൊക്കെ മാർക്കറ്റ് ഇപ്പോൾ ഈ 5-8 സ്ഥിരം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അത് കൂടാതെ ആളുകൾ നേഹയെ കോൺടാക്ട് ചെയ്യുന്ന എങ്ങനെയാണ്?
നിങ്ങൾ ഓൺലൈൻ ഒക്കെ ആയിട്ട് ഇപ്പം ഇത് ചെയ്യാം അല്ലേ? ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളിപ്പോൾ കുറച്ച് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ കുക്കിംഗ് വീഡിയോസ്. അതിലിങ്ങനെ അവസാനം മൈക്രോവേവ്സ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മൾ അവയർനെസ്സിന് വേണ്ടി ഇവന്റ്സ് നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് മൈക്രോ ഗ്രീൻസിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കാനായിട്ട് കാറ്റ് ഡംയാൻ അല്ലേ, ചെറിയ കുട്ടികളെ പിടിക്കും. ചെറിയ കുട്ടികളെ കാരണം സ്കൂളിൽ നിന്നുള്ള കുട്ടികളടക്കം ഇപ്പോൾ നേഹയുടെ ഈ ഗാർഡനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും മൈൻഡ്ഫുൾ ഈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറ്റ് പ്രോപ്പർട്ടീസും കൂടിയാണ് അല്ലേ? അതെ, കാരണം ഇപ്പൊ പക്ചോയി ഭയങ്കര ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് നമ്മുടെ ബോഡിക്ക്. ആൻഡ് ഓൾസോ ഈ പറഞ്ഞ റാഡിഷ് ഒക്കെ ഈ ഒബേസ് ആയ ആൾക്കാർക്ക് വൈ വി റെക്കമെൻഡ് വെയിറ്റ് ലോസ് എൻഹാൻസ് ചെയ്യുന്ന കാരണം ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും ഡൈജഷൻ കൂട്ടും, ഡൈജഷൻ സ്മൂത്ത് ആക്കും. ഓൾസോ അതിൻ്റെ ഒപ്പം സൈമിൾട്ടേനിയസ്ലി എക്സസൈസ് ഒക്കെ ചെയ്യണം. അതുകൂടാണ്ട് ഇത് ഇംപ്രൂവ് ചെയ്യും, ഒരു കാറ്റലിസ്റ്റ് ആവും നമ്മുടെ വെയിറ്റ് ലോസ്. ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നോർമലി കഴിക്കണം. അതെ, ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഇതൊരു മെഡിസിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതൊരു ടൂളായിട്ട് കൺസിഡർ ചെയ്തിട്ട് കൺസ്യൂം ചെയ്യുക. അപ്പം ഇത് കൂടുതൽ ആൾക്കാർ അതിനോട് ചേർന്ന് വരികയാണ് അല്ലേ? അതെ, ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പൊ വേറെ ആക്ടിവിറ്റീസിനോട് ആൾക്കാർക്ക് ഇപ്പൊ ഇഷ്ടം വന്നു തുടങ്ങി. ഇപ്പൊ ടെറേറിയം ഉണ്ടാക്കുക, പോട്ട് ചെയ്യുക, അങ്ങനത്തെ ഭയങ്കര ആക്ടിവിറ്റീസും ഭയങ്കര വെറൈറ്റി ആക്ടിവിറ്റീസിനോട് പീപ്പിൾ ഇപ്പൊ ഇൻക്ലൈൻ ആവുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. കാരണം ചുമ്മാ നെറ്റ്ഫ്ലിക്സ് കണ്ടിരിക്കുക മാത്രമല്ല, ഇപ്പൊ പീപ്പിൾ ആർ ഔട്ട് ദെയർ ഡൂയിങ് തിങ്സ് വിച്ച് ഗിവ്സ് യെസ് ഡൂയിങ് സംതിങ് ക്രിയേറ്റീവ്. അപ്പൊ അങ്ങനെ ടെൻഷൻ കളയാൻ ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, അതിനുള്ള ഒരു മാർഗമാണ് മൈക്രോഗ്രീൻ. ഹെൽത്തി ഫുഡ്, അതിന് ഹെൽത്തി ആയിട്ടുള്ള കൊച്ച് മുളച്ച് വരുന്ന ചെറിയ ഇലകൾ അത് കഴിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക, ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.